അതിർത്തികളിൽ വെടിയൊച്ചകൾ നിലയ്ക്കുന്നില്ല. ആകാശം യുദ്ധവിമാനങ്ങളാൽ കറുത്തിരിക്കുന്നു. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമൊടുവിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ക്ഷമിക്കാനാകില്ല. ഇത് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഈ വാക്കുകൾ തെക്കു പടിഞ്ഞാറൻ ഏഷ്യയെ വിറപ്പിക്കുകയാണ്. കാബൂളിൽ വീണ ബോംബുകൾക്ക് കാണ്ഡഹാറിൽ അഫ്ഗാൻ മറുപടി നൽകി കഴിഞ്ഞു. ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹഖ്. പാകിസ്ഥാൻ പ്രഖ്യാപിച്ച ഈ യുദ്ധം എങ്ങോട്ടാണ് നീങ്ങുന്നത്? അഫ്ഗാനിസ്ഥാനുമായി ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിലും കാണ്ഡഹാറിലും പക്തിയയിലും പാകിസ്ഥാൻ ശക്തമായ വ്യോമാക്രമണം നടത്തി. വെള്ളിയാഴ്ച പുലർച്ചെ 1:50 കൂടിയാണ് കാബൂളിന് നടക്കിയ സ്ഫോടന പരമ്പരകൾ ഉണ്ടായത്. പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ സേന നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് തിരിച്ചടിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയത്. ഞങ്ങളുടെ ക്ഷമയുടെ പരിധി അവസാനിച്ചു എന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് വ്യക്തമാക്കിയത്. അഫ്ഗാനിൽ നിന്നുള്ള നിരന്തരമായ പ്രകോപനങ്ങളാണ് സൈനിക നടപടിയിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. തങ്ങൾ 133 അഫ്ഗാൻ സൈനികരെ വധിച്ചതായി പാകിസ്ഥാൻ പറയുമ്പോൾ പാകിസ്ഥാന്റെ 55 സൈനികരെ കൊലപ്പെടുത്തിയെന്നാണ് അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിക്കുന്നത്. കാബൂളിൽ കുറഞ്ഞത് 3 സ്ഫോടന ശബ്ദമെങ്കിലും കേട്ടിട്ടുണ്ട്. എന്നാൽ തലസ്ഥാനത്ത് ആക്രമണം നടന്ന സ്ഥലത്തെക്കുറിച്ചോ ആളപായം ഉണ്ടായതിനെ കുറിച്ചോ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. തെക്ക് കാണ്ഡഹാറിലും തെക്കു കിഴക്കൻ പ്രവിശ്യയായ പക്തിയയിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായും താലിബാൻ സർക്കാർ വക്താവ് സബീഹുള്ള മുജാഹിദ് പറഞ്ഞു. ആക്രമണത്തിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം തെക്കൻ അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ പ്രവിശ്യയിലുള്ള സൈനിക താവളത്തിലും പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകളുണ്ട്. വ്യാഴാഴ്ച അതിർത്തിയിലെ 13 ഔട്ട് പോസ്റ്റുകൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതോടു കൂടിയാണ് സ്ഥിതിഗതികൾ വഷളായത്. ഇതിൽ 10 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് ഞായറാഴ്ച പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ 70 പേർ കൊല്ലപ്പെട്ടതോടു കൂടെയാണ് സമാധാന ചർച്ചകൾ പൂർണ്ണമായും അവസാനിച്ചത്. 2 രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലേക്ക് മാറിയതോടെ മേഖലയിൽ യുദ്ധഭീതി പടരുകയാണ്. വരും മണിക്കൂറുകൾ ഈ തർക്കം കൂടുതൽ രക്തച്ചൊരിച്ചിലേക്ക് നീളുമോ അതോ അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാകുമോ? ലോകം ഇത് ഉറ്റുനോക്കുകയാണ്.